വെൽക്കം വ്യൂവേഴ്സ്. അന്ന് ഡിസംബർ 1994 പോർട്ട് എലിസബത്ത്, ദക്ഷിണാഫ്രിക്ക. 27 വയസ്സുള്ള അലിസൺ അവളുടെ സുഹൃത്തുക്കളോടൊപ്പം ചുറ്റിക്കറങ്ങാൻ പുറത്തുപോയിരുന്നു. അവർ ഉച്ചതിരിഞ്ഞ് മുഴുവൻ സമയവും കടൽ തീരത്ത് സന്തോഷത്തോടെ ചെലവഴിച്ചു. അവസാനം എല്ലാവരും ഐസ്ക്രീമൊക്കെ വാങ്ങി അലിസന്റെ വീട്ടിലേക്ക് പോയി. ഒരു ഇൻഷുറൻസ് ബ്രോക്കറായ അലിസൺ അവളുടെ അമ്മയ്ക്കും സഹോദരനുമൊപ്പമാണ് താമസിക്കുന്നത്. അതിനാൽ അവളുടെ വീട്ടിലേക്ക് വന്ന കൂട്ടുകാരികളിൽ ഒരാളോട് രാത്രി വളരെ വൈകി ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം, തനിയെ പോകേണ്ട എന്ന് പറഞ്ഞു. കാറിൽ അവളുടെ വീട്ടിൽ ഇറക്കിവിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. സമയം കൃത്യം രാത്രി 1 മണി. അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. നഗരങ്ങളിലൊക്കെ വീടുകളിൽ സ്ഥലമില്ലാത്തതിനാൽ വണ്ടികൾ പാതയോരത്താണ് പാർക്ക് ചെയ്യുക. വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ മറ്റൊരു വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. മാത്രമല്ല സ്ഥലങ്ങളെല്ലാം അയൽവാസികളുടെ കാറുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. വണ്ടി നിർത്താനായി അവൾ സ്ഥലം തിരഞ്ഞു. ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ വണ്ടി നിർത്താൻ പറ്റിയ സ്ഥലം കണ്ടെത്തി. അവിടെ മൊത്തത്തിൽ ഭയങ്കര ഇരുട്ടായിരുന്നു. മാത്രമല്ല തെരുവിളക്കിൽ നിന്നുള്ള വെളിച്ചം പോലും മരത്തിൽ തട്ടിയതിനാൽ ചുറ്റും അതിൻ്റെ നിഴലുമായിരുന്നു. അലിസൺ അവിടെ കാർ പാർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ എന്താണ് നടന്നതെന്ന് പൂർണ്ണമായും വിവരിക്കാൻ കഴിയാത്ത ഒന്നാണ്. കാരണം അത് വളരെ ഭയാനകമായിരുന്നു. ലളിതമായി പറഞ്ഞാൽ അവൾ നരകയാതന അനുഭവിക്കാൻ പോകുകയായിരുന്നു. പക്ഷേ ഈ കേസിൽ ഒരു ട്വിസ്റ്റ് തന്നെ ആ സ്ഥലമാണ്. അത്തരത്തിൽ ആ രാത്രി അലിസണ് എന്താണ് സംഭവിച്ചത്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. വരൂ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ അലിസൺ ആ മരത്തിനു ചുവട്ടിൽ കാർ പാർക്ക് ചെയ്തു. പിൻസീറ്റിലുണ്ടായിരുന്ന പൊടിയൊക്കെ തട്ടി. കാറിനുള്ളിൽ ഇരിക്കുന്ന അവൾക്ക് ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് ആരോ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞില്ല. പെട്ടെന്ന് ആരോ കാറിൻ്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ഭയം കാരണം അവൾക്ക് അടിമുടി ഒരു തരിപ്പ് അനുഭവപ്പെട്ടു. പേടിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ അജ്ഞാതനായ ഒരാൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറിയിരിക്കാൻ ആജ്ഞാപിക്കുന്നു. അവൾ പതുക്കെ താഴേക്ക് നോക്കിയപ്പോൾ വയറ്റിൽ ഒരു കത്തിവെച്ച് പറയുന്നത് അനുസരിക്കാൻ പറഞ്ഞു. മറ്റൊരു വഴിയുമില്ലാതെ അലിസൺ അവൻ പറയുന്നത് അനുസരിച്ചു. അയാൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാർ എടുത്തു. പാതിരാത്രിയിൽ തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ അവൾ പേടിച്ചു വിറച്ചു. ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്തുള്ള തൻ്റെ വീട് പതുക്കെ കാർ കടന്നു പോകുന്നത് നിസ്സഹായതയോടെ അവൾ കണ്ടു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ വീടിനടുത്തു നിന്ന് ആരും അറിയാതെ നമ്മളെ കിഡ്നാപ്പ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. അത് എത്ര ഭയാനകമായിരിക്കും. അലിസണും അങ്ങനെ തന്നെ തോന്നിയിരിക്കണം. കുറച്ചു ദൂരം വണ്ടി ഓടിച്ചതിനു ശേഷം അവൻ്റെ പേര് ക്ലിൻ്റൺ ആണെന്നും അവളെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഉള്ള ഒരു പ്ലാനിങ് അല്ല എന്നും അവൻ അലിസണോട് പറഞ്ഞു. എനിക്ക് നിൻ്റെ കാർ കുറച്ച് സമയത്തേക്ക് വേണം. അതുവരെ നീ എന്നെ അനുസരിച്ചാൽ എല്ലാം ശരിയായി നടക്കും. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നിന്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവിടുകയും ചെയ്യും. നിർഭാഗ്യവശാൽ അലിസൺ അവൻ പറഞ്ഞതെല്ലാം അതേപോലെ വിശ്വസിച്ചു. കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എടുത്തു ചാടി ഏതെങ്കിലും വീടിൻ്റെ വാതിലിൽ മുട്ടി സഹായം ചോദിക്കാം. തീർച്ചയായും അവർ സഹായിക്കാതിരിക്കില്ല എന്നൊക്കെയുള്ള ചിന്തകൾ അവളുടെ മനസ്സിൽ വന്നു. പക്ഷേ മനസ്സിലെ ഭയം കാരണം അലിസണ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം അവൾ, നിങ്ങൾക്ക് കാർ ആവശ്യമാണോ? എങ്കിൽ നിങ്ങൾക്കത് എടുക്കാം, പക്ഷേ എന്നെ കാറിൽ നിന്ന് ഇറങ്ങാൻ അനുവദിക്കൂ എന്ന് അപേക്ഷിച്ചു. പക്ഷേ അയാൾ അത് നിരസിക്കുകയും കാർ ഓടിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തു. കുറച്ചു ദൂരം കഴിഞ്ഞ് ഒരു സ്ഥലത്ത് കാർ നിർത്തി. അവിടെ നിന്ന് മറ്റൊരാളും കൂടി കാറിനുള്ളിൽ കയറി. ക്ലിൻ്റൺ, അവൻ്റെ പേര് ടീനസ് എന്ന് അലിസണിനെ പരിചയപ്പെടുത്തി. അവൻ ഒരു മോശപ്പെട്ട മനുഷ്യനെ പോലെ അവൾക്ക് തോന്നി. കാർ അവിടെ നിന്നും നീങ്ങിത്തുടങ്ങി. ജനസഞ്ചാരമില്ലാത്ത കാട്ടിനുള്ളിലുള്ള ഒരു മൺപാതയിലൂടെ വണ്ടി ഓടി. അവളുടെ ദേഹം പേടികൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. സ്ഥിതി നല്ലതല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ ഒന്നും ചെയ്യില്ല എന്ന് വിശ്വസിച്ചിരുന്ന അവൾക്ക് തനിക്ക് ഏതെങ്കിലും അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന് തോന്നി. ഇനി ഞാൻ അടുത്തതായി പറയാൻ പോകുന്നത് കേട്ട് ഒരുപക്ഷെ നിങ്ങൾ അസ്വസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ ഭയപ്പെട്ടേക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ ധൈര്യം സംഭരിച്ച് ബാക്കി അങ്ങോട്ട് കേൾക്കാൻ ശ്രമിക്കുക എന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നു. അവർ തെല്ലും ജനസഞ്ചാരമില്ലാത്ത നിബിഡ വനത്തിൽ കാർ നിർത്തി. അലിസണോട് പറഞ്ഞു, നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞങ്ങൾ നിന്നോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുകയാണ്. ഞങ്ങളെ എതിർക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ ഇവിടെ തന്നെ കൊന്നു കുഴിച്ചു മൂടും. ഇനി പറയൂ, ഞങ്ങളോട് സഹകരിക്കുന്നു ഇല്ല എതിർക്കുന്നു?
അലിസണ് അവരെ എതിർക്കാനും സ്വയം പ്രതിരോധിക്കാനും എങ്ങനെയെന്ന് തന്നെ അറിയില്ല. അതും 2 ആയുധധാരികളോട്. അവൾ ഒന്നും മിണ്ടിയില്ല. അതിനാൽ ഇപ്പോൾ ഇരുവരും അവളെ ബലാത്സംഗം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവരിൽ ഒരാൾ അലീസന്റെ കഴുത്ത് നെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു. കൊല്ലരുതെന്ന് അവൾ അപേക്ഷിച്ചു. പക്ഷേ അയാൾ അവളുടെ കഴുത്ത് നെരിച്ചുകൊണ്ടേയിരുന്നു. തുടർന്ന് അവൾ ബോധരഹിതയായി. അവനൊരു കത്തിയെടുത്ത് അവളുടെ വയറ്റിൽ തുടർച്ചയായി 35 തവണ കുത്തി. പെട്ടെന്ന് അവൾക്ക് ബോധം വന്ന് പരിസരബോധം വീണ്ടെടുത്തു. അലിസൺ മരിച്ചുവെന്ന് ഇരുവരും കരുതി. എന്നാൽ അവരിലൊരാൾ അലിസന്റെ കാലിളകുന്നത് കണ്ട് അവൻ മരണം ഉറപ്പിക്കാനായി കത്തികൊണ്ട് അവളുടെ കഴുത്ത് അറക്കാൻ തുടങ്ങി. ഏകദേശം 17 തവണ അലിസന്റെ കഴുത്തിൽ കുത്തേറ്റു. അവളുടെ തല ശരീരത്തിൽ നിന്ന് വേർപെട്ടു വരുന്നത് പോലെയായി. ശേഷം ഇരുവരും കാറിൽ നിന്ന് കുറച്ച് വസ്ത്രങ്ങൾ പുറത്തേക്ക് എറിയുന്നത് പാതി ജീവനോടെ അലിസൺ തറയിൽ കിടന്നു കണ്ടു. അതിനുശേഷം അവർ കാറുമെടുത്തു പോയി. അലിസൺ കൊടുമനത്തിൽ ഇരുട്ടത്ത് മരണവേദനയിൽ പുളയുകയായിരുന്നു. അവിടെ അവളെ സഹായിക്കാൻ ആരുമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അതിനാൽ മെയിൻ റോഡ് ലക്ഷ്യം വെച്ച് ഇഴയാൻ തുടങ്ങി. അപ്പോൾ അവളുടെ കാലിൽ മൃദുവായ എന്തോ ഒന്ന് സ്പർശിക്കുന്നു. അത് എന്താണെന്ന് നോക്കിയപ്പോൾ അലിസണിൻ്റെ ആന്തരിക അവയവമാണ് വയറിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അവൾ അതെടുത്ത് വയറ്റിൽ വെച്ച് ധരിച്ച ടീഷർട്ട് അമർത്തിപ്പിടിച്ച് വീണ്ടും ഇഴയാൻ തുടങ്ങി. നുണകൾ വിശ്വസിക്കാം, പക്ഷേ ചിലപ്പോൾ സത്യം വിശ്വസിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുപോലെ അവളുടെ വയറ്റിൽ 35 തവണ കുത്തിയിട്ടും അലിസന്റെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചില്ല. ശരീരം മൊത്തം ഒരു മരവിപ്പ് ആയിരുന്നതിനാൽ ശരീരത്തിലെ വേദന അവൾക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ ശ്വാസനാളത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. തൊണ്ടയിൽ കത്തികൊണ്ട് കുത്തിയുണ്ടാക്കിയ ദ്വാരത്തിലൂടെ രക്തം ചീറ്റുമ്പോൾ ശക്തിയായി ശ്വാസം എടുക്കുന്ന ശബ്ദം അവൾക്ക് തന്നെ കേൾക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ അവൾ ആ ദ്വാരത്തിലൂടെ മാത്രമാണ് ശ്വസിക്കുന്നത്. അലിസണ് മനസ്സിൽ ഒരു കാര്യം ഓർത്തു. താൻ ഇവിടെ കിടന്ന് മരണം വരിക്കണോ അതോ ജീവിക്കാൻ വേണ്ടി കഠിനമായി ശ്രമിക്കണോ? അവൾ രണ്ടാമത്തേത് തിരഞ്ഞെടുത്തു. ആക്രമണത്തിന് ശേഷം കാറിനടുത്ത് അക്രമകാരികൾ പരസ്പരം സംസാരിക്കുന്നത് അവൾ കേട്ടു. ഒരാളുടെ പേര് ക്ലിൻ്റൺ എന്ന് പറഞ്ഞത് ശരിയാണ്. യഥാർത്ഥ പേരിൽ മറ്റവൻ വിളിച്ച് സംസാരിക്കുന്നത് അവൾ കേട്ടിരുന്നു. താൻ അവിടെ തന്നെ മരിച്ചു പോവുകയാണെങ്കിൽ പോലീസ് അവരെ തീർച്ചയായും കണ്ടെത്തണം. താൻ അനുഭവിച്ച വേദന ഇനി ആരും അനുഭവിക്കരുത്. അവൾ ഒരു വടിയെടുത്ത് അവിടെ മണ്ണിൽ അവൻ്റെ പേരെഴുതി. പോലീസ് അവളുടെ ശരീരം വീണ്ടെടുക്കുമ്പോൾ ആ പേര് കാണും. അപ്പോൾ അവരെ പിടികൂടാൻ എളുപ്പമാകും. ചുവടെ അവൾ ഇങ്ങനെ എഴുതി: അമ്മേ, ഞാൻ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു. ജീവന് വേണ്ടി പോരാടാൻ അവൾ അവിടെ നിന്ന് ഇഴഞ്ഞു തുടങ്ങി. പക്ഷേ ഇങ്ങനെ ഇഴഞ്ഞാൽ വേഗത്തിൽ എത്താൻ കഴിയില്ല. അതിനാൽ ശക്തി സംഭരിച്ച് അവൾ നിൽക്കാൻ ശ്രമിച്ചു. നിന്നുകഴിഞ്ഞപ്പോഴാണ് നടുക്കുന്ന മറ്റൊരു സത്യം മനസ്സിലായത്. എഴുന്നേറ്റപ്പോൾ അവളുടെ തല പിന്നിലേക്ക് ഒടിഞ്ഞു തൂങ്ങി. അക്രമകാരികൾ അവളുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച കാരണം തല വേർപെട്ടു പോകുന്ന പോലെ പിന്നിലേക്ക് തൂങ്ങുകയായിരുന്നു. അലീസൺ അവളുടെ ഒരു കൈകൊണ്ട് തല നേരെയാക്കി പിടിച്ചു. മറ്റേ കൈകൊണ്ട് അവളുടെ അവയവങ്ങൾ താഴേക്ക് വീഴാതെ ടീഷർട്ട് പൊത്തിപ്പിടിച്ചു നടക്കാൻ തുടങ്ങി. എങ്ങനെയോ മെയിൻ റോഡിലെത്തി. ദൂരെ നിന്ന് ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് കണ്ടു. അത് കണ്ടപ്പോൾ അലിസണ് സന്തോഷം തോന്നി. താൻ രക്ഷപ്പെടുമെന്ന് അവൾ വിചാരിച്ചു. പക്ഷേ കാർ നിർത്താതെ പോയി. അവളുടെ എല്ലാ വിശ്വാസങ്ങളും പ്രതീക്ഷകളും അസ്തമിച്ചു. എങ്കിലും അവൾ അവിടെ കാത്തിരുന്നു. ഭാഗ്യത്തിന് മറ്റൊരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് കാണപ്പെട്ടു. ഇത്തവണ കാർ അവളുടെ അടുത്ത് നിർത്തി. കാറിലുണ്ടായിരുന്നയാൾ അലീസനെ കണ്ട് ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു. ആശുപത്രിയിലേക്ക് 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എങ്കിലും ആംബുലൻസ് അവിടെ എത്താൻ 1 മണിക്കൂർ വൈകി. അലീസനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുമ്പോൾ അവൾ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്കായിരുന്നു. അലീസന്റെ മുറിവ് കണ്ട് ഡോക്ടർമാർ ഞെട്ടിത്തരിച്ചു. ഇത്തരമൊരു കേസ് അവർ മുമ്പ് കണ്ടിട്ടേയില്ല. മാത്രമല്ല, മണ്ണിൽ ഇഴഞ്ഞതിനാൽ അവളുടെ വയറും ആന്തരിക ഭാഗങ്ങളും മണ്ണുകൊണ്ട് മൂടിയിരുന്നു. ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ അവർ അത് വൃത്തിയാക്കി. ഇപ്പോൾ അലീസൺ ഒരു ട്യൂബ് വഴി ശ്വസിക്കാൻ തുടങ്ങി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഡോക്ടർമാർ അവളെ രക്ഷിച്ചെടുത്തു. പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് അവിടെ എത്തി. മാത്രമല്ല, ലോക്കൽ ക്രിമിനലുകളുടെ ഫോട്ടോകൾ അവർ അവൾക്ക് കാണിച്ചു. അക്രമികൾ ആ ഫോട്ടോകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരെണ്ണം കാണിച്ചപ്പോൾ അലീസൺ പേടിച്ച് കണ്ണു തുറിക്കുന്നത് കണ്ട് അവരുടെ 2 ഫോട്ടോകളും അവർ കാണിച്ചതിൽ ഉണ്ടായിരുന്നു. അലീസണ് അവളുടെ ഗുരുതരമായ മുറിവുകൾ കാരണം സംസാരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൾ അവരുടെ പേരുകൾ എഴുതി കാണിച്ചു.
അവളുടെ മനസ്സിൽ അവരുടെ മുഖം അത്രയും ശക്തമായി പതിഞ്ഞിരുന്നു. അവരുടെ പേര് ഫ്രാൻസിസ് ടീനസ് എന്നായിരുന്നു. പോലീസ് അവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. അതിനു മുമ്പും അവർ 2 ബലാത്സംഗ കേസുകളിൽ പ്രതികളായിരുന്നു. മാത്രമല്ല, അവർ സാത്താനെ ആരാധിക്കുകയും ആളുകളെ ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ളവരുമായിരുന്നു. പോലീസ് അവരെ കോടതിയിൽ കൊണ്ടുപോയി. പക്ഷേ ശിക്ഷ വിധിക്കണമെങ്കിൽ അലീസൺ സംസാരിക്കണം. അലീസണിൻ്റെ തൊണ്ടയിൽ ട്യൂബ് ഉള്ളതിനാൽ അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അത് എടുക്കരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും അലീസൺ ട്യൂബുകൾ നീക്കം ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടു. തന്നെ ആക്രമിച്ചത് ഇവരാണെന്ന് പറഞ്ഞു. 1995 ഓഗസ്റ്റിൽ ഇരുവർക്കും ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. ക്രൂരമായ ഈ സംഭവം അലിസനെ മാനസികമായി വല്ലാതെ ബാധിച്ചു. അത് കാരണം അവൾക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. ആ ട്രാജഡിയിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ അവൾ ധാരാളം യാത്രകൾ ചെയ്തു. അവളുടെ ധൈര്യം, നിരന്തര പോരാട്ടം എന്നിവയെക്കുറിച്ച് കേട്ട് ധാരാളം ഉപഹാരങ്ങളും അവാർഡുകളും അവൾക്ക് ലഭിച്ചു. നിർഭാഗ്യവശാൽ വയറ്റിൽ മുറിവേറ്റതിനാൽ അവൾക്ക് ജീവിതകാലം മുഴുവൻ കുഞ്ഞുണ്ടാകില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. മരണത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ട അവൾക്ക് അതൊന്നും പ്രശ്നമേ അല്ലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അലിസണ് ഇപ്പോൾ 2 ആൺകുട്ടികളുണ്ട്. അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ ക്രൂരതയെ അവൾ തന്നെ ഐ ഹാവ് ലൈഫ് എന്ന പേരിൽ എഴുതി ഒരു പുസ്തകമാക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അവളുടെ ജീവിതത്തിലും ആ രാത്രിയിലും സംഭവിച്ച ഓരോ നിമിഷവും വിശദമായി വിവരിച്ചിട്ടുണ്ട്. അത് വായിക്കാൻ ആഗ്രഹിക്കുന്നവർ പുസ്തകം വാങ്ങി വായിക്കുക. ഓൺലൈനിൽ ലഭ്യമാണ്. സ്ത്രീകളും പെൺകുട്ടികളും ഇത്തരം അപകടങ്ങളിൽ അകപ്പെടാതിരിക്കാൻ പല വിദഗ്ധരും പറഞ്ഞതുപോലെ ഡോണ്ട് ഗോ ടു സെക്കൻഡ് ലൊക്കേഷൻ, ദെൻ യുവർ ഡെത്ത് വിൽ ബി മച്ച് വേഴ്സ്. അലീസനെ പോലെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ അകപ്പെട്ടാൽ ആ കാറിൽ തന്നെ ഇരുന്നു കൊണ്ട് സഹായത്തിനായി ഒച്ച വയ്ക്കുക. അത് കേട്ട് ആരെങ്കിലും വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം. അക്രമി ഭയന്ന് നിങ്ങളെ അവിടെ ഉപേക്ഷിച്ച് ഓടിപ്പോകാം. അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളെ ആക്രമിക്കാൻ അവസരമുണ്ട്. അങ്ങനെ അവൻ ആക്രമിക്കുകയാണെങ്കിൽ അവിടെ അവനോട് ഫൈറ്റ് ചെയ്യുകയും നിങ്ങളുടെ ജീവന് വേണ്ടി പോരാടി ധീരമായി മരണം വരിക്കുകയും ചെയ്യണം. അതിനു പകരം അവനെ വിശ്വസിച്ച് കൂടെ പോയാൽ അവൻ പൊതുസ്ഥലത്തേക്കാൾ ശക്തനാകും. അപ്പോൾ നിങ്ങളുടെ മരണം വളരെ ക്രൂരമായിരിക്കും. ഏറ്റവും നല്ലത് അവൻ ഭീഷണിപ്പെടുത്തുന്ന സമയം തന്നെ സഹായത്തിനായി നിലവിളിക്കുക. അഥവാ അപ്പോൾ അവൻ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവന് വേണ്ടി പോരാടി മരിക്കണം. കാരണം രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങളുണ്ട്. അവനെ വിശ്വസിച്ച് കൂടെ പോകുന്നതിനേക്കാളും ബെസ്റ്റ് അതാണ്. അലീസന്റെ സാഹചര്യം ഒരു ഉദാഹരണം മാത്രമാണ്. മറ്റ് ഏതുതരം സാഹചര്യങ്ങളിലാണെങ്കിലും സഹായത്തിന് ഒച്ച വയ്ക്കാൻ മടിക്കരുത്. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിക്കുമെന്ന് കരുതരുത്. നിങ്ങളുടെ ജീവിതത്തെക്കാൾ പ്രാധാന്യം മറ്റൊന്നുമില്ലെന്ന് ഓർക്കുക. ഇവിടെ അലീസന്റെ ധൈര്യവും വിശ്വാസവും കഠിനാധ്വാനവും വിലമതിക്കാനാവാത്ത ഒന്നാണ്.